പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇന്ത്യയുടെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഒരു ഇന്ത്യക്കാരി എന്നതുകൊണ്ട് തന്നെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ആദ്യമായി ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും എൻ്റെ കൂട്ടുകാർക്കും റിപ്പബ്ലിക് ദിനത്തിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ പൗരന്മാർ. റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രാധാന്യവും രാജ്യത്തോടുള്ള കടമകളും എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ കുട്ടികളായ നാം എല്ലാവരും ബാധ്യസ്ഥരാണ്. നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ നിറവിലാണ്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായി മാറിയതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ഓരോ റിപ്പബ്ലിക് ദിനവും. ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തിയുള്ള ഭരണത്തിൻ കീഴിൽ നിന്ന് ഒരു പരമാധികാര റിപ്പബ്ലിക്കിലേക്ക് ഇന്ത്യക്ക് മാറാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇന്ത്യക്ക് തല ഉയർത്തിപ്പിടിക്കാനും ഇന്ത്യയിലെ ഓരോ പൗരന്മാർ എന്ന നിലയിൽ നമുക്ക് അഹങ്കരിക്കാനും സാധിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമാകുന്ന ത്രിവർണ പതാക വാനിൽ പറന്നു കളിക്കുമ്പോൾ നമ്മുടെ അധരങ്ങളും പറയണം വന്ദേ മാതരം. ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതോടൊപ്പം 1950 ഇന്ത്യക്ക് വേണ്ടിയുള്ള ഭരണഘടന നിലവിൽ വന്നു. ആ ദിനത്തെ കൂടി അനുസ്മരിക്കുവാനാണ് ഓരോ റിപ്പബ്ലിക് ദിനവും നാം ആഘോഷിക്കുന്നത്. ജനക്ഷേമ രാഷ്ട്രം എന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം. റെസ് പബ്ലിക്ക എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വാക്കുണ്ടായത്. പ്രത്യേക ഭരണഘടനയ്ക്ക് കീഴിൽ രാജ്യത്തെ ഭരണം നിർവഹിക്കുന്നതിനുള്ള രാഷ്ട്രതലവനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന സമ്പ്രദായം നിലനിൽക്കുന്ന രാഷ്ട്രങ്ങളെയാണ് റിപ്പബ്ലിക് എന്ന് വിളിക്കുന്നത്. ഇവിടെ പരമാധികാരം ജനങ്ങൾക്കാണ്. ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ ഭരണഘടനയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് നിർവഹിക്കാനുള്ള പ്രതിനിധി മാത്രമാണ് ഭരണകർത്താക്കൾ. ലോകത്തെ എഴുതി തയ്യാറാക്കിയ ഏറ്റവും വലിയ ഭരണഘടനയുള്ള രാജ്യം നമ്മുടെ ഭാരതമാണ്. നമ്മുടെ ഇന്ത്യ, നമ്മുടെ ഭാരതം. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവ ഉറപ്പു നൽകിക്കൊണ്ട് ഡോക്ടർ BR അംബേദ്കറുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടന രൂപപ്പെട്ടത്. സാധാരണക്കാരൻ്റെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുവാനും നമുക്കുള്ള നീതിയും സമാധാനവും നടപ്പാക്കാനും വേണ്ടി 25 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 12 പട്ടികകളും ഉൾക്കൊള്ളിച്ച് ഇന്ത്യ ഒരു ഭരണഘടന തയ്യാറാക്കി. എന്നാൽ ആ നീതിയും സമത്വവും നമ്മിൽ നിന്നും നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യത്തിൻ്റെ മുഖമുദ്രയാണ് സ്വാതന്ത്ര്യം. ജീവനും അഭിപ്രായത്തിനും മതത്തിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ റിപ്പബ്ലിക് ദിനവും ഓരോ സ്വാതന്ത്ര്യ ദിനവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ത്യ തരണം ചെയ്തു വന്ന വഴികളും അതിന് സഹായിച്ച ഒരുപാട് വീരനായകരുടെ ത്യാഗങ്ങളും ഉൾപ്പെടുന്ന കഥകളാണ്. മഹാത്മാഗാന്ധി, നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, സരോജിനി നായിഡു തുടങ്ങി ഒട്ടനവധി സമരസേനാനികൾ ജീവത്യാഗം ചെയ്ത് നമ്മുടെ അടിമത്തം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് നമ്മുടെ അഭിമാനമായ ത്രിവർണ പതാക വാനിൽ പറത്തിക്കൊണ്ട് നാം ഇന്ന് കാണുന്ന ഇന്ത്യയെ ഇന്ത്യയാക്കി മാറ്റി. ഈ ദിനത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് എല്ലാ വർഷവും വർണ്ണശബളമായ ഘോഷയാത്ര തലസ്ഥാനമായ ഡൽഹിയിൽ സംഘടിപ്പിക്കാറുണ്ട്. മാത്രമല്ല, സംസ്ഥാന തലസ്ഥാനങ്ങളിലും റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. ദേശീയ ത്രിവർണ പതാക ഉയർത്തുന്നതും ദേശീയ ഗാനം ആലപിക്കുന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നു. ഒരു ഭാഷയും ഒരു സംസ്കാരവും ഒരു ജനതയുമല്ല, മറിച്ച് പല ഭാഷകളും പല സംസ്കാരങ്ങളും പല ജനതകളുമായി നാനാജാതി മതസ്ഥർ ഒരുമയോടെ ജീവിക്കുന്നു. അതുതന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സവിശേഷത. മറ്റു രാജ്യങ്ങളെയും ജനതകളെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നതിന് ഒറ്റ ഉദാഹരണമാണ് ഈ കൂട്ടായ്മ.
ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പരമാധികാരം, സോഷ്യലിസം, മതേതരത്വം, ജനാധിപത്യം എന്നീ ആശയങ്ങൾ ഇന്ന് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഭാവി നമ്മുടെ കൈകളിലാണ്. നമുക്ക് പൂർവികർ നേടിത്തന്ന അവകാശങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാം. എല്ലാ വെല്ലുവിളികളും ധൈര്യപൂർവ്വം നേരിടാൻ നമുക്ക് കഴിയണം. രാജ്യസേവനത്തിനിടെ ഞാൻ മരിച്ചാലും ഞാൻ അതിൽ അഭിമാനിക്കും. എൻ്റെ ഓരോ തുള്ളി രക്തവും ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും അതിനെ ശക്തവും ചലനാത്മകവുമാക്കാനായി സഹായിക്കും എന്ന ഇന്ദിരാഗാന്ധിയുടെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഇന്ത്യ എന്ന് കേട്ടാൽ നമ്മുടെ ഞരമ്പുകളിൽ ചോര തിളയ്ക്കണം. ഇന്ത്യയെ അമ്മയായി കണ്ടുകൊണ്ട് അക്രമത്തെയും അനാചാരത്തെയും വെറുക്കാനും ഇന്ത്യ എൻ്റെ രാജ്യമെന്ന് ഉറക്കെ പറയാനും നമുക്ക് കഴിയട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.